ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് നല്ല കിഡിലൊരു മന്തി ഉണ്ടാക്കിയാലോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള അടിപൊളി ഒരു മന്തി കേട്ടോ. വളരെ സിമ്പിളായിട്ടും ഈസി ആയിട്ടും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ മന്തി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ റൈസ് സോക്ക് ചെയ്യാൻ വെക്കണം. ഞാനിപ്പോൾ വൈറ്റ് സെല്ല റൈസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് ലൂസായിട്ട് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതൊരു 3 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 3 കപ്പ് വൈറ്റ് സെല്ല റൈസ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമുക്കൊരു 3/4 ഭാഗത്തോളം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് 1 മണിക്കൂറോളം ഇത് കുതിർത്താൻ വെക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ചിക്കനും മസാല പെരക്കിയിട്ട് വെക്കാം. ഞാനിപ്പോൾ ഇതാ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു 8 പീസ് ആക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ഈ ഒരു 8 പീസ് ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. മസാല എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ മസാല പെരക്കാൻ തുടങ്ങാം. ഇതുപോലത്തെ വലിയ പാത്രത്തിൽ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മസാല പെരക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു 2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് ചെറിയ ജീരകം പൊടിച്ചതാണ്. അപ്പോൾ അതൊരു 1.5 ടീസ്പൂണ് ചെറിയ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പൊടിച്ചതില്ലെങ്കിൽ നമുക്ക് മുഴുവനായിട്ടുള്ള ജീരകം 1 ടീസ്പൂണ് ചേർക്കാം കേട്ടോ. പിന്നെ വേണ്ടത് ഇതുപോലത്തെ ചിക്കൻ സ്റ്റോക്കാണ്. ഞാനിപ്പോൾ മാഗിൻ്റെ ചിക്കൻ സ്റ്റോക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതുപോലെ നമുക്കിതുപോലെ ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ഒരു ചിക്കനിലേക്ക്. ഈ ഒരു ചിക്കൻ സ്റ്റോക്ക് ഇടുന്നതോടുകൂടി തന്നെ നമ്മുടെ ചിക്കൻ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ ഇത് കഴിക്കുമ്പോൾ ഉണ്ടാവാൻ. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഇതിൽ ചേർക്കാൻ പോകുന്നത് ക്യാപ്സിക്കാണ്. അപ്പോൾ ക്യാപ്സിക്കം നമ്മൾ 1 ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു മീഡിയം സൈസുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ നമ്മളിത് ചെറുങ്ങനെ കട്ട് ചെയ്തിട്ടൊന്നുമല്ല, നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് എത്രത്തോളം നമുക്ക് പൊടി പൊടിയായിട്ട് അരിയാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ നേർങ്ങനെ അരിഞ്ഞിട്ട്, അതായത് ചോപ്പ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ 1 ക്യാപ്സിക്കം മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് പുതിന ഇലയാണ്. 2 ടേബിൾ സ്പൂൺ പുതിന ഇല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ ചേർക്കുന്ന എല്ലാ ഐറ്റംസും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം കേട്ടോ. പിന്നെ വേണ്ടത് ഒരു 4 ടേബിൾ സ്പൂൺ മല്ലിയിലയാണ്. അപ്പോൾ അതും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മളിതിൽ ചേർക്കാൻ പോകുന്നത് മുളക് പൊടിയാണ്. അപ്പോൾ കാശ്മീരി മുളക് പൊടി തന്നെ എടുക്കാം കേട്ടോ. 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചിക്കൻ സ്റ്റോക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ നമ്മളിതിൽ ഉപ്പൊന്നും ചേർക്കുന്നില്ല. ആ ഒരു സ്റ്റോക്കിൽ തന്നെ അത്യാവശ്യം ഉപ്പുണ്ടാവും. അപ്പോൾ നന്നായിട്ട് പെരക്കി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഉപ്പ് വേണമെങ്കിൽ മാത്രം കുറച്ചൊരു ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ഉപ്പിൻ്റെ ആവശ്യം വരില്ല, ഞാനിതിൽ ഉപ്പിടുന്നില്ല കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണ് ഇതിൽ. നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് പെരക്കി എടുക്കുക കേട്ടോ. ആ ഒരു മസാലയും ചിക്കനും കൂടി നല്ല പോലെ ഒന്ന് യോജിച്ച് വരുന്ന രീതിയിൽ തന്നെ ഒരു 5 മിനിറ്റോളം നന്നായിട്ടൊന്ന് പെരക്കി എടുക്കുക കേട്ടോ നമ്മുടെ ചിക്കന്. ഇനി പെരക്കി വെച്ച ചിക്കന് 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. 1 മണിക്കൂറില്ലെങ്കിൽ ഒരു 15 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. ഇനി നമുക്ക് മന്തി ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെക്കണം. അപ്പോൾ നമ്മൾ എന്തിലാണോ മന്തി പ്രിപ്പയർ ചെയ്യുന്നത് ആ ഒരു പാത്രം എടുക്കട്ടെ. ഞാനിപ്പോൾ ഇതിലാണ് മന്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ തന്നെയാണ് ഞാൻ ചിക്കന് പൊരിക്കുന്നതും. അപ്പോൾ 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ഉണ്ടെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ ഒലീവ് ഓയിൽ ഉണ്ടെങ്കിൽ അത് ഒഴിക്കുക കേട്ടോ. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ നമ്മുടെ ഈ ഒരു ബിരിയാണി പോട്ടിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ 1 മണിക്കൂർ നന്നായിട്ട് പെരക്കി വെച്ചിട്ടുള്ള ചിക്കന് ഇതിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ മൂടി വെച്ചിട്ട് ഫ്രൈ ചെയ്യണം കേട്ടോ. എന്നിട്ടൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. അതിന് ശേഷം നമുക്കിതെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മന്തീൻ്റെ ചിക്കൻ എന്ന് പറയുന്നത് നല്ലോണം വേവണം കേട്ടോ. നല്ല ജ്യൂസി ആയിട്ടും നല്ല അടിപൊളിയായിട്ടും വെന്തെണ്ണ മാത്രമേ അത് കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം നമുക്കൊരു 10-25 മിനിറ്റ് മൂടി വെച്ചിട്ട് ഇത് വേവിക്കാം കേട്ടോ. അപ്പോൾ 10 മിനിറ്റ് കൂടുമ്പോൾ നമുക്കിത് തിരിച്ചും മറിച്ചു വിട്ടിട്ട് അങ്ങനെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ.
അപ്പോൾ ആദ്യം നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ മീഡിയം ഫ്ലെയിമിലിടാം. എന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞ് വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ടാൽ മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തും തിരിച്ചും മറിച്ചും ഇടാം. അങ്ങനെ ഒരു 25 മിനിറ്റോളം ഞാനിപ്പോൾ ഇത് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ വേവിച്ചെടുക്കുമ്പം അതിൻ്റെ കൂടെ തന്നെ ഇത് ഫ്രൈ ആവും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചിക്കനിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ, അത് നമുക്ക് തുറന്ന് വെച്ചിട്ട് തന്നെ ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. ഒരുപാടൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് ആ ഒരു വെള്ളം വറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു പരുവെല്ലാവൂലേ, ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിതിൽ നിന്നും കോരി മാറ്റാം കേട്ടോ. അപ്പോൾ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആവുകയും ചെയ്യും, നന്നായിട്ട് വേവുകയും ചെയ്യും, അധികം വെള്ളം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു എണ്ണ നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്കിതാ ചോറ് വേവിക്കണം. അപ്പോൾ അതിനായിട്ട് ഇതുപോലത്തെ ഒരു അലുമിനിയത്തിൻ്റെ വലിയ പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. ഒരു 3/4 ഭാഗത്തോളം വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ആ ഒരു സമയത്ത് നമുക്കിതിലോട്ട് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കണം. അതിന് മുന്നേയായിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഏകദേശം ഒരു 2 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പിൻ്റെ അളവ് കൂട്ടോ കുറക്കൊക്കെ ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇടാം കേട്ടോ. പിന്നെ വേണ്ടത് ഒരു 5 ഗ്രാമ്പൂ, അതുപോലെ തന്നെ 4 ഏലക്ക, ഒരു 2 കഷ്ണം ചെറിയ പട്ട, അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഡ്രൈ ലെമണാണ്. അപ്പോൾ ഉണങ്ങിയ നാരങ്ങയില്ലേ, അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. അടുത്തതായിട്ട് ഇതിൽ ചേർക്കാൻ പോകുന്നത് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു എണ്ണ ഉണ്ടല്ലോ, ആ ഒരു എണ്ണയിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂണ് ഓയിൽ, ഈ ഒരു പൊരിച്ച ഓയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഈ ഒരു വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കാം. അതാകുമ്പം നമ്മുടെ റൈസിന് നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. ആ ഒരു ചിക്കൻ പൊരിച്ച എണ്ണയിൽ തന്നെ ആയതുകൊണ്ട് നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ അതൊരു 3 ടേബിൾ സ്പൂണ് ചേർക്കാം കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആയി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മളിത് ആദ്യം പുതിർത്തി വെച്ചിട്ടുള്ള അരി ഉണ്ടല്ലോ, അത് നമുക്കിതുപോലെ ഒന്ന് ഊറ്റിയിട്ട് ഇട്ട് കൊടുക്കട്ടെ. ആ ഒരു വെള്ളത്തോട് കൂടി ഇടാൻ പാടില്ല. ഇതുപോലെ ഒരു അരിപ്പ കയ്യിലിട്ടിട്ട് ഇതുപോലെ കുറച്ചായിട്ട് എടുത്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സായി കൊടുക്കാം. നമ്മുടെ അരി ഒരു 90% വേവണം കേട്ടോ. അപ്പോൾ ആ ഒരു സമയം വരെ നമ്മളിത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. മൂടി വെച്ചിട്ടൊന്ന് വേവിക്കണ്ട കേട്ടോ, തുറന്ന് വെച്ചിട്ട് തന്നെ വേവിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ റൈസ് ഒരു 90% വെന്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലത്തെ ഒരു സ്ട്രെയിനറിൽ ഞാൻ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതാ മന്തി സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചിക്കൻ പൊരിച്ചിട്ടുള്ള ആ ഒരു ബിരിയാണി പോട്ടില്ലേ, അതിൽ നിന്ന് നമ്മൾ ചിക്കനൊക്കെ മുഴുവനായിട്ട് എടുത്ത് മാറ്റുക. എന്നിട്ട് അത് മാറ്റി വെക്കുക കേട്ടോ. ചിക്കൻ നമ്മൾ ലാസ്റ്റാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫ്രൈ ചെയ്ത ഓയിലും ആ ഒരു ക്യാപ്സിക്കത്തിൻ്റെ സംഭവങ്ങളൊക്കെ അതിൻ്റെ അടിയിലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓണാക്കിയിട്ടില്ല, അവസാനമാണ് ഫ്ലെയിം ഓണാക്കുക കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ മുഴുവനായിട്ട് എടുത്തതിന് ശേഷം നമ്മുടെ വേവിച്ചിട്ടുള്ള ഈ ഒരു അരി ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിതിലോട്ട് കളറ് ചേർക്കണമെങ്കിൽ ചേർക്കാം. അപ്പം ഞാനിപ്പോൾ കളറൊന്നും ചേർക്കുന്നില്ല. ഞാനിപ്പോൾ മഞ്ഞപ്പൊടി ഉണ്ടല്ലോ, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് മിക്സാക്കിയിട്ട് ഇതുപോലെ ഒന്ന് പാർന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഫുഡ് കളർ ചേർക്കുന്നുണ്ടെങ്കിൽ യെല്ലോ, റെഡ് അങ്ങനത്തെ ഫുഡ് കളർ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. അങ്ങനെ നമ്മുടെ മഞ്ഞൾ വെള്ളം ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മുടെ മന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു പുകയ്ക്കുന്ന ഒരു ടേസ്റ്റ് വേണ്ടേ. അപ്പോൾ ചെറിയൊരു ചാർക്കോള് ചെറിയൊരു സ്റ്റീലിൻ്റെ ബൗളിൽ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണോളം ഓയിൽ ഒഴിക്കുക, സൺഫ്ലവർ ഓയിൽ. എന്നിട്ട് ആ ഒരു പുക വരുമ്പം മൂടി വെക്കുക കേട്ടോ. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് മൂടി വെച്ച് ആവി കയറ്റി കഴിഞ്ഞാൽ നല്ല കിടിലനായിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മന്തി റെഡിയാവും കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിതിൽ നിന്ന് റിമൂവ് ചെയ്യാം.
എന്നിട്ട് നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ റൈസ് മിക്സ് ചെയ്യാനാണ്. നമ്മുടെ അടിയിലാണല്ലോ ഈ ഒരു പൊരിച്ച ഓയിലും മിക്സൊക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ റൈസിൽ നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അധികം റൈസിനെ വേദനിപ്പിക്കാണ്ട് 2 സ്പൂൺ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയാൽ മതിയാവും കേട്ടോ. അപ്പോൾ റൈസ് നമ്മൾ ഉടഞ്ഞിട്ടൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെ വിട്ടായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ മുഴുവനായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്തിലാണോ കഴിക്കുന്നത് ആ ഒരു പാത്രം എടുക്കുക, എന്നിട്ട് സെർവ് ചെയ്യുക. ഇത്രേ പണിയുള്ളൂ. അപ്പോൾ എനിക്ക് പൊതുവേ മന്തി കഴിക്കാൻ ഇഷ്ടം മയോണൈസിൻ്റെ കൂടെയാണ് കേട്ടോ. അപ്പോൾ ഇതാ നല്ല മയോണൈസും അതുപോലെ തന്നെ ഇതാ നമ്മുടെ ആ ഒരു ചിക്കൻ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ തിരിയുമല്ലോ എത്രത്തോളം സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനാണെന്ന്, എത്രത്തോളം വെന്തിനെന്ന്. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ടും സിമ്പിളായിട്ടും ആർക്കും ഉണ്ടാക്കിയെടുക്കാം ഈ ഒരു മന്തി. കുക്കിംഗ് അറിയാത്തവർക്ക് പോലും ഈ ഒരു മന്തി ഈസി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബായ്.